വെള്ളത്തിൻ്റെ പ്രശ്നമുണ്ട്. കൂടുതലും വാട്ടർ അതോറിറ്റി അത് യഥാർത്ഥത്തിൽ തിരുവനന്തപുരം നഗരസഭയെ ബാധിക്കുന്നതല്ല. വാട്ടർ അതോറിറ്റിയുടെ അവരാണ് ആ വിഷയം തീർക്കേണ്ടത്. ഞാൻ എല്ലാ വർഷവും പൊങ്കാലയിടാൻ വരാറുണ്ട്. കഴിഞ്ഞ ടൈമിൽ കൗൺസിലർ ആയ ശേഷം സ്ഥിരമായിട്ട് ഈ നഗരസഭയുടെ ഫ്രണ്ടിൽ തന്നെയാണ് പൊങ്കാല ഇടുന്നത്. നല്ല ഒരു ശുഭാപ്തി വിശ്വാസത്തോടു കൂടി ഒരുപാട് കാര്യങ്ങൾ ചെയ്യാൻ കഴിയട്ടെ എന്നുള്ള ആഗ്രഹത്തോടു കൂടിയാണ് പൊങ്കാല ഇടുന്നത്. ഓണം നമ്മൾ ആഘോഷിക്കുന്നത് പോലെ തന്നെയാണ് നമ്മൾ തിരുവനന്തപുരം മുഴുവൻ ആഘോഷിക്കുന്ന, മറ്റ് സ്ഥലങ്ങളിൽ നിന്നും വന്ന് ആഘോഷിക്കുന്ന ഒരു ഉത്സവമാണ് ആറ്റുകാൽ പൊങ്കാല. അപ്പോൾ അതിൽ നമ്മൾ രാഷ്ട്രീയം ഒന്നിലും കലർത്തിയിട്ടില്ല. നമസ്കാരം. അനന്തപുരി ആറ്റുകാൽ പൊങ്കാല മൂലം ഭക്തജന സാന്ദ്രമായിരിക്കുകയാണ്. ലക്ഷക്കണക്കിന് പേരാണ് ഇപ്പോൾ തലസ്ഥാനത്ത് പൊങ്കാല സമർപ്പണത്തിനായി എത്തിച്ചേർന്നിരിക്കുന്നത്. എനിക്ക് പിന്നിൽ നിൽക്കുന്നത് BJP കൗൺസിലർമാരാണ്. ശ്രീ സുമിയുണ്ട്. കോർപ്പറേഷൻ്റെ മുറ്റത്താണ് പൊങ്കാല ഇടുന്നത്. ഈ വർഷത്തെ പൊങ്കാലയ്ക്ക് ഒരുപാട് പ്രത്യേകതയുണ്ട്. കാരണം BJP നഗരസഭയിൽ അധികാരത്തിൽ വരുന്നു. എങ്ങനെയാണ് നോക്കിക്കാണുന്നത്? ഞാൻ കഴിഞ്ഞ 4 വർഷം, ഇതും കൂടി കൂട്ടി 4ാമത്തെ വർഷമാണ് നഗരസഭയുടെ മുന്നിൽ പൊങ്കാല ഇടുന്നത്. നേരത്തെ പറഞ്ഞതുപോലെ ഇപ്രാവശ്യം ഇരട്ടി സന്തോഷമാണ്. കാരണം നമ്മുടെ മേയറാണ്. ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ഇനിയിപ്പോൾ ഈ 5 വർഷവും ചെയ്യാനുണ്ട്. അപ്പോൾ അതിൻ്റെയൊക്കെ നല്ല ഒരു ശുഭാപ്തി വിശ്വാസത്തോടു കൂടി ഒരുപാട് കാര്യങ്ങൾ ചെയ്യാൻ കഴിയട്ടെ എന്നുള്ള ആഗ്രഹത്തോടു കൂടിയാണ് പൊങ്കാല ഇടുന്നത്. അതേസമയം ഒരു വെള്ളത്തിൻ്റെ വിഷയം, അതിൽ വെള്ളത്തിലൊരു രാഷ്ട്രീയം കലർത്തിയോ എന്നുള്ളൊരു ചോദ്യമെല്ലാം ഉയർന്നു വരുന്നുണ്ടല്ലോ. അത് ശരിയാണ്, വെള്ളത്തിൻ്റെ പ്രശ്നമുണ്ട്. കൂടുതലും വാട്ടർ അതോറിറ്റി അത് യഥാർത്ഥത്തിൽ തിരുവനന്തപുരം നഗരസഭയെ ബാധിക്കുന്നതല്ല. വാട്ടർ അതോറിറ്റിയുടെ അവരാണ് ആ വിഷയം തീർക്കേണ്ടത്. എന്നിരുന്നാലും തിരുവനന്തപുരം നഗരസഭയിൽ നിന്നും ചെയ്യാൻ പറ്റുന്ന എല്ലാ സഹായവും വാട്ടർ അതോറിറ്റിക്ക് ചെയ്യുന്നുണ്ട്. കാരണം ഇല്ലാതെ ആറ്റുകാൽ പൊങ്കാല നമുക്ക് ചിന്തിക്കാൻ പോലും പറ്റത്തില്ല. അപ്പോൾ തിരുവനന്തപുരം നഗരസഭയിൽ നിന്നുള്ള എല്ലാ സപ്പോർട്ടും വാട്ടർ അതോറിറ്റിക്ക് കൊടുക്കുന്നുണ്ട്. അതിനൊന്നും ഒരു കുറവുമില്ല. എത്ര വർഷമായി പൊങ്കാല ഇടുന്നത്? എനിക്ക് വർഷങ്ങളുണ്ട്. എൻ്റെ അറിവായ കാലം തൊട്ടേ പൊങ്കാല ഇടുകയാണ്. അമ്മയുടെ എല്ലാ അനുഗ്രഹവും ഉണ്ട്. അടുത്ത കൗൺസിലറാണ്, അർച്ചനയാണ്. എത്ര വർഷമായി പൊങ്കാല ഇടുന്നത്? ഞാൻ എല്ലാ വർഷവും പൊങ്കാലയിടാൻ വരാറുണ്ട്. കഴിഞ്ഞ ടൈമിൽ കൗൺസിലർ ആയ ശേഷം സ്ഥിരമായിട്ട് ഈ നഗരസഭയുടെ ഫ്രണ്ടിൽ തന്നെയാണ് പൊങ്കാല ഇടുന്നത്. ഈ വർഷത്തെ പൊങ്കാലയ്ക്ക് ഇരട്ടി മധുരമാണ്. BJP ആയിട്ടും ഇരട്ടി മധുരമാണ്. ഏറ്റവും സന്തോഷമുള്ള നിമിഷം തന്നെയാണ് നമുക്ക്. നമ്മുടേതായിട്ട് BJPയുടേതായിട്ടുള്ള ഒരു മേയർ വരിക എന്ന് പറഞ്ഞ് തീർച്ചയായിട്ടും ഞങ്ങൾക്ക് വളരെ സന്തോഷമാണ്. ഈ പൊങ്കാലയിലെ ഈ രാഷ്ട്രീയം കലർത്തുന്നത് അതിനെങ്ങനെയാണ് നോക്കുക? അത് തീർച്ചയായിട്ടും നമ്മളെ സംബന്ധിച്ച് നമുക്ക് രാഷ്ട്രീയം ഇല്ല. കാരണം നഗരസഭ ചെയ്യേണ്ടതായിട്ടുള്ള എല്ലാ കാര്യങ്ങളും നമ്മുടെ നാട്ടിലെ പൊങ്കാല എന്ന് പറയുന്നത് തീർച്ചയായിട്ടും തിരുവനന്തപുരത്തിൻ്റെ ഓണം നമ്മൾ ആഘോഷിക്കുന്നത് പോലെ തന്നെയാണ് നമ്മൾ തിരുവനന്തപുരം മുഴുവൻ ആഘോഷിക്കുന്ന, മറ്റ് സ്ഥലങ്ങളിൽ നിന്നും വന്ന് ആഘോഷിക്കുന്ന ഒരു ഉത്സവമാണ് ആറ്റുകാൽ പൊങ്കാല. അപ്പോൾ അതിൽ നമ്മൾ രാഷ്ട്രീയം ഒന്നിലും കലർത്തിയിട്ടില്ല. നഗരസഭയ്ക്ക് ചെയ്യേണ്ടതായിട്ടുള്ള കാര്യങ്ങൾ കൃത്യമായിട്ട് നഗരസഭ ചെയ്തിട്ടുണ്ട്. എന്നാൽ ഇതിലൊരു രാഷ്ട്രീയം ഇല്ല എന്ന് ചോദിച്ചാൽ മറ്റൊരു തരത്തിൽ ഒരു രാഷ്ട്രീയം ഉള്ളതായിട്ട് തന്നെയാണ് നമ്മളെല്ലാവരും തന്നെ മനസ്സിലാക്കുന്നത്. ഒരു ചെറിയൊരു കാര്യം കൂടെ, നമ്മൾ ഇന്നലെ ആറ്റുകാൽ ക്ഷേത്രത്തിൽ 1-2 ചാനലുകളിൽ ഇങ്ങനെ ഒരു ഇത് വന്നു, അവിടെ ചെളി കെട്ടിക്കിടക്കുന്നതായിട്ട്. അത് നഗരസഭയിൽ ചെയ്യേണ്ട കാര്യങ്ങളല്ല, അത് ക്ഷേത്ര ട്രസ്റ്റ് ചെയ്യേണ്ട കാര്യങ്ങളാണ്. ക്ഷേത്രത്തിൻ്റെ അധീനതയിലുള്ള സ്ഥലമാണത്. നഗരസഭ ചെയ്യേണ്ട റോഡുകളായാലും വെള്ളത്തിൻ്റെ കാര്യമായാലും എല്ലാം എനിക്ക് തോന്നുന്നു കഴിഞ്ഞ 15 ദിവസം മുന്നേ അതെല്ലാം കൃത്യമായി നഗരസഭ ചെയ്തിട്ടുണ്ട്. ടാങ്കറുകളിൽ കൃത്യമായിട്ട് വെള്ളം എത്തിക്കുന്നുണ്ട്. നമുക്ക് യാതൊരു വിധത്തിലുള്ള ബുദ്ധിമുട്ടുമില്ല. വളരെ സന്തോഷമായിട്ട് തന്നെ പൊങ്കാലയിടാനായിട്ടുള്ള എല്ലാ സംവിധാനവും ഇവിടെ ഉണ്ട്. ഈ ഒരു പൊങ്കാലയുടെ മറവിൽ BJP നഗരസഭ പിടിച്ചതിന് ശേഷം BJP ഭരണം മോശമാണ് എന്ന് വരുത്തി തീർക്കാനുള്ളൊരു ശ്രമം എന്തായാലും നടക്കുന്നുണ്ട്. അല്ല, ആ ഒരു ശ്രമം നടക്കുന്നുണ്ടെങ്കിലും ജനങ്ങൾ ഇതെല്ലാം മനസ്സിലാക്കുന്നവരാണ്. പണ്ടത്തെ ഒരു കാലഘട്ടമല്ല. ഇന്ന് എല്ലാവർക്കും സോഷ്യൽ മീഡിയ കൈകാര്യം ചെയ്യുന്നവരാണ്. ഇന്ന് ഈ നഗരത്തിൻ്റെ അവസ്ഥ എന്താണ് എന്ന് വ്യക്തമായിട്ട് എല്ലാവർക്കും അറിയാം. ഇതൊക്കെ തെറ്റിദ്ധാരണകൾ ഉണ്ടാക്കുന്നതാണ്. എത്ര തെറ്റിദ്ധാരണ ഉണ്ടല്ലോ. നമ്മുടെ ഈ പറയുന്ന നഗരവാസികൾ കൃത്യമായിട്ടും BJP അധികാരത്തിൽ വന്നതിൽ അതിയായ സന്തോഷം തന്നെയാണ് പറയുന്നത്. ഇന്നലെ മറ്റൊരു പാർട്ടിയുടെ ഒരു കൗൺസിലർ പോലും പറഞ്ഞു, ഇന്ന് വരെ ആ വാർഡിൽ കിട്ടിയിട്ടില്ലാത്ത തരത്തിലുള്ള പൊങ്കാലയുമായി ബന്ധപ്പെട്ടിട്ടുള്ള ആനുകൂല്യങ്ങൾ കൃത്യമായിട്ട് അത് രാഷ്ട്രീയം നോക്കാതെ തന്നെ നമ്മുടെ ബഹുമാനപ്പെട്ട മേയർ ചെയ്തു. അതിൽ അതിയായ സന്തോഷമുണ്ട്. നമുക്ക് രാഷ്ട്രീയ വിഷയം വിടാം. ഓക്കെ. പിന്നെ ഒറ്റയ്ക്കാണോ പൊങ്കാലയിടാൻ വന്നത്? കുടുംബമായിട്ടാണ്? അതെ, ഞാനുണ്ട്. എൻ്റെ ഇളയ മകളുണ്ട്, മാധവി എന്നാണ് പേര്.
പിന്നെ എൻ്റെ നാത്തൂനുണ്ട്, ഞങ്ങളുടെ വീടിന് തൊട്ടടുത്ത 2-3 പേരുണ്ട്. പിന്നെ സത്യപ്രതിജ്ഞാ സമയത്ത് ഈ ഭഗവാന്റെ പേര് ഉപയോഗിച്ചതൊക്കെ വലിയ വിവാദമായിരുന്നു. അത് ഓരോരുത്തർ അവരവരുടേതായ ഇഷ്ടത്തിൽ അവർ സത്യപ്രതിജ്ഞ ചെയ്തതാണ്. വിവാദങ്ങൾ എങ്ങനെയോ ഉണ്ടാക്കാമല്ലോ. അപ്പം ഈ സമയത്ത് നമ്മൾ അമ്മയുടെ ആറ്റുകാൽ അമ്മയുടെ പേരിലും പറഞ്ഞു. അത് കോടതിയിൽ ആ കാര്യങ്ങൾ നടക്കുകയല്ലേ. നമ്മളിപ്പം ഭക്തിയുടെ നിറവിൽ നിൽക്കുന്ന സമയമാണ്. വിവാദങ്ങളൊന്നും പറയാൻ ആഗ്രഹിക്കുന്നില്ല. വളരെ നന്ദി, വളരെ നന്ദി. എല്ലാവിധ ആശംസകളും. എന്തായാലും ഈ ഒരു പൊങ്കാലയെ പൊളിക്കാൻ വേണ്ടി CPM ഒരു വശത്ത് ശ്രമം നടക്കുമ്പോൾ അതിനെയെല്ലാം മറികടന്നുകൊണ്ടാണ് മേയർ അടക്കമുള്ള സംഘം BJP ഭരണസമിതി മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. എനിക്കൊപ്പം ഇപ്പോൾ സംസാരിച്ചത് കൗൺസിലർമാരായ ശ്രീ സുമിയും അർച്ചനയുമാണ്. എല്ലാ പ്രതിസന്ധികളും മറികടന്നുകൊണ്ട് ആറ്റുകാൽ അമ്മയുടെ അനുഗ്രഹത്താൽ അവർ ഇവിടെ പൊങ്കാല സമർപ്പിക്കുവാൻ വേണ്ടി നഗരസഭാ മുറ്റത്ത് എത്തിയിരിക്കുകയാണ്. ക്യാമറമാൻ അഖിൽ അശോകിനൊപ്പം അമൽ രുദ്ര, മറുനാടൻ മലയാളി, തിരുവനന്തപുരം.